Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Thank you, Devi. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer ആണ്. Ma'am, ആരുമില്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. Okay. ഓം അസതോ മാ സത്കമയാ തമസ്മാ മൃത്യോ മാമൃതം മയാ. ഓം ശാന്തി. Good afternoon, ma'am. Good afternoon, sir. Good afternoon. Thought of today. Thought. Ma'am, thought of the day, moral of the story, ഒരു സ്റ്റോറിയും കൂടെ ചേർത്ത് സൈനിനും കൂടെ ചേർത്ത് പറയാം മാം. സ്റ്റാർട്ട് ചെയ്യട്ടെ മാം? Okay. ഓക്കെ മാം. ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് അതിന്റെ കൂടെ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറിയും കൂടെ വരുന്നുണ്ട് അതില്. അതായത് ഒരു ഫാർമറിന്റെ ഒരു ഗൂസിന്റെ സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. A farmer had a goose that laid a golden egg every day. That farmer wanting more. അയാൾ ഒരു ഗ്രീഡി ആയ ഫാർമർ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് വീണ്ടും വീണ്ടും അത് നിറയെ തന്നെ വേണം എന്ന് തോന്നി. ഓരോ ദിവസവും അത് one എഗ് ലേ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഗ്രീഡി ആയ ഫാർമർ became greedy and killed the goose to get all the eggs at once. ഒരു ടൈമിൽ തന്നെ എഗ്സ് കിട്ടാൻ ആ ലേ ചെയ്തുകൊണ്ടിരുന്ന ആ എഗ് മീൻസ് ഹെന്നിനെ മൊത്തത്തിൽ അങ്ങ് കൊന്നുകളഞ്ഞു. ബട്ട് ഫൗണ്ട് നത്തിങ് ഇൻസൈഡ്. ഡെത്ത് ആയി പോയ ആ ഗൂസിനെ നോക്കിയപ്പോ അതിന്റെ അകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വാട്ട് ഇസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി യു ഗെറ്റ് ഫ്രം ദിസ്? മോറൽ: ഗ്രീഡ് ക്യാൻ ലീഡ് ടു ലൂസിങ് എവറിത്തിങ് യു ഹാവ്. ഗ്രീഡി ആവാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ ഗ്രീഡി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരും. ലൂസിങ് എവറിത്തിങ് എന്നാണ് പറയുന്നത്. താങ്ക് യു മാം. വെരി ഗുഡ്. എന്നുള്ള സ്റ്റോറി എവിടെ നിന്ന് കിട്ടി രവതി? മാം, ഇത് കുഞ്ഞുകുട്ടികളുടെ സ്റ്റോറിയാണ്. കുഞ്ഞുകുട്ടികളുടെ ആ ബുക്കിലുണ്ടല്ലോ, അതിലിങ്ങനെ എഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ എന്റെ മോനെ ആ ഒരു മറ്റേ ബുക്കുണ്ട്, അത് കാണിച്ചു കൊടുക്കും. Okay. Very good. Okay, good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. അശ്വതി മിസ്സിന്റെ ഫങ്ഷൻസ് ടെസ്റ്റ് എടുക്കില്ല. അശ്വതി മിസ്സിന്റെ ചെക്ക് ചെയ്തോ നിങ്ങളാ? Yes, ma'am. പിന്നെ യൂണിറ്റ് 7 നിങ്ങൾക്ക് ഓപ്പൺ ആവണില്ല എന്ന് പറഞ്ഞത് ഓപ്പൺ ആയോ? പ്രോഗ്രാംസിന്റെ ചാപ്റ്റർ ചിലർക്ക് ഓപ്പൺ ആവണില്ല എന്ന് പറഞ്ഞു. മോക്ക് ടെസ്റ്റ് ഓപ്പൺ ആയോ?
Good afternoon. Good afternoon. എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു വീക്കെൻഡ് ഒക്കെ? We are fine, teacher. വോട്ടിന്റെ തിരക്കിലാണ്, വോട്ട് ഇലക്ഷന്റെ തിരക്കുകളിലാണ്, എക്സാമിന്റെ തിരക്കിലും. അത് ഓപ്പൺ ആവുന്നുണ്ട് മിസ്, ഓപ്പൺ ആവുന്നുണ്ട്. നാളെ വോട്ടിംഗ് ഡേ ആയതുകൊണ്ട് റെഗുലർ ആയിരിക്കും മാം ക്ലാസ്. നാളെ കാണുമോ? റെഗുലർ ആണോ? നാളെ ഉണ്ടാവാൻ വഴിയില്ല, ഇൻഫർമേഷൻ അറിയിക്കുക എങ്ങനെയാന്ന് കേട്ടോ. ഓക്കെ മാം. ഓക്കെ. നമ്മുടെ യൂണിറ്റ് 5 അല്ലേ എടുത്തുകൊണ്ടിരുന്നത്? കാണാമോ PDF? സെമിനാർ എടുക്കാന്ന് പറഞ്ഞു. സെമിനാർ പ്രിപ്പയർഡ് ആണോ നിങ്ങള്? 9th ചാപ്റ്റർ. പ്രിപ്പയർഡ് ആണോ? ഞാൻ പ്രിപ്പയർഡ് ആണ് മാം. കുറച്ച് കുട്ടികളോട് പറഞ്ഞിരുന്നു. മാം ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ അങ്ങനെ പറഞ്ഞു തോന്നല്ലേ ലാസ്റ്റ് ക്ലാസ്സില്. ഇത് കഴിഞ്ഞിട്ട് മതിയോ? ഈ പ്രിപ്പയർഡ് ആയവര് എത്ര പേരുണ്ട്? ഒരാളുള്ളോ? നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി എടുത്താൽ മതി സെമിനാർ കേട്ടോ. ഓക്കെ മാം. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ നാളെ ഉണ്ടാവാൻ വഴിയില്ല, നെക്സ്റ്റ് മൺഡേ കേട്ടോ. ശരി. യൂണിറ്റ് 5 എവിടെ വരെ പറഞ്ഞു? പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഇത് പറഞ്ഞില്ലേ? ഇനി ഫോർമാറ്റ് പറഞ്ഞു തന്നില്ലേ? ഇനി ടൈം ടേബിൾ തുടങ്ങണം. ടൈം ടേബിൾ മാം സാമ്പിൾ ഓഫ് ദ പേജ് ഒബ്സർവേഷൻ ചൈൽഡ് അതിന്റെ കുറച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്തില്ലായിരുന്നു മാം? ഇങ്ങനെ പറഞ്ഞു പോയതായിരുന്നു. ഏതാണ്? ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരെ മാം പറഞ്ഞു നിർത്തി. പിന്നെ ലാസ്റ്റ് ക്ലാസ് തീരുന്ന മുമ്പേ ഈ നമ്മുടെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുള്ള, അതായത് സാമ്പിൾ ഓഫ് ദ പേജ് ഫോർ ഒബ്സർവേഷൻ ഓഫ് എ ചൈൽഡ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റീഡ് ചെയ്ത് പോയിട്ടുള്ളായിരുന്നു. അത് അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓരോ സ്കിൽസിൽ ഏതൊക്കെയാ, ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഏതൊക്കെയാ വേണ്ടതെന്നല്ലേ ഇത് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നാണെന്ന് തോന്നുന്നത്. പറഞ്ഞിരുന്നു. കേറിയില്ലേ? കേറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് ലാസ്റ്റ് വന്നത് എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, കാരണം എനിക്ക് ക്ലിയർ ആവാത്തായിരിക്കും. ഓരോന്ന് പറഞ്ഞു കേട്ടോ. നമ്മള് അത് പറയുകയും ചെയ്തു. പിന്നെ ഈ സാമ്പിൾ, ഈ ഫോർമാറ്റും പറഞ്ഞു കൊടുത്തു. അതൊന്നുമില്ല, അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഫ്രീ നമ്പർ സ്കിൽസ് തുടങ്ങി ഒരു കളർ, ഷേപ്സ് ആൻഡ് കോൺസെപ്റ്റ് വരെയുള്ള കാര്യങ്ങളാണ് കുട്ടികൾ ചെക്ക് ചെയ്യുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ലിസണിങ് ആൻഡ് ഓറൽ എക്സ്പ്രഷൻസ് ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിൽ മ്യൂസിക്, സിംഗിങ്, drawing or painting, craft, drama, short play, making up a strong poem or game or toy, etc. ഇത്തരം കാര്യങ്ങളാണ് അവർ ഡെവലപ്മെന്റിൽ ഓരോ സ്റ്റേജിൽ അവർ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ഫോർമാറ്റ് അനുസരിച്ച് അവര് ഓരോ കുട്ടികളുടെ എന്നുള്ളതിനനുസരിച്ച് ഇവിടെ രേഖപ്പെടുത്തും. അപ്പൊ ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈലിലെ ഫസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ഒബ്സർവേഷൻ ഫോർമാറ്റിലെ നെയിം, ഏജ്, അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഫാദേഴ്സ് നെയിം ആൻഡ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം ആൻഡ് ഓക്യുപ്പേഷൻ, ചൈൽഡിന്റെ വെയിറ്റ്, ഹൈറ്റ്, പിന്നെ നമ്മൾ പറഞ്ഞ ഓരോ ടേംസുകൾ, ഫിസിക്കൽ ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് വരെ. ഓക്കെ, ഈ ഫോർമാറ്റ് പഠിച്ചു വെക്കണോട്ടോ, ഓരോ ഫോർമാറ്റിൽ എന്തൊക്കെ വരുന്നതെന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈം ടേബിൾ ആണ്. എന്താണ് ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്? സ്കൂളിൽ മാത്രമാണോ ടൈം ടേബിൾ ഉള്ളത്? ജീവിതത്തില്, ദിനചര്യയില് ലൈഫ് തന്നെ നമ്മളൊരു ടൈം ഷെഡ്യൂളിലാണ് കൊണ്ടുപോകുന്നത് അല്ലെ? ഓക്കെ, ഈ ടൈം ടേബിൾ അല്ലെങ്കിൽ നമുക്ക് ഈ ടൈം ഷെഡ്യൂൾ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതലാണ് അല്ലെ? എങ്ങനെയാണ് ഓരോ പീരീഡ്സുകൾ
അല്ലെങ്കിൽ ഏതൊരു സമയം വരെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു നിയന്ത്രിതമായൊരു സമയത്ത് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ അനുസൃതമായിട്ടാണ് സ്കൂളിൽ പഠിച്ചിരുന്നത് അല്ലെ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ടൈം ടേബിളിന്റെ ക്ലാസ് ആയിട്ടൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. പിന്നീടാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ഓരോ ടൈം ടേബിൾസ് നമ്മൾ സ്യൂട്ട് ചെയ്ത് നമ്മളത് റുട്ടീൻ ഒക്കെ തുടങ്ങിയത്. ഓക്കെ, ഓരോരുത്തരും ഇപ്പോഴും ലൈഫ് ടൈം ടേബിൾ വെച്ച് പ്ലാൻ ചെയ്ത് പോകുന്നവരുണ്ട്. അവർക്ക് അവരുടേതായിട്ടൊരു ടൈം ടേബിൾ ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ടൈം ടേബിൾ ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. രണ്ട് കാറ്റഗറി ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നല്ലാതെ എപ്പോഴും പറ്റാറില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ സെറ്റ് ചെയ്യും. കാരണം എന്തെങ്കിലും ഭയങ്കര ഒരു ബിസി ആയിട്ടുള്ള സമയത്തിന്. സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മുടെ ക്ലാസ് ഇല്ലാത്തപ്പോൾ വേറൊരു ടൈം ടേബിൾ ഉണ്ട്, അതായത് വേറൊരു രീതിയായിരിക്കും. പക്ഷെ ഫ്രൈഡേ വരയ്ക്കും മോസ്റ്റ്ലി ഇതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് 12 to 1 വരെ ഒരു ടൈം ടേബിൾ. അതിന്റെ ബിറ്റ്വീൻ ഇന്ന കാര്യങ്ങൾ ഈ സമയത്തിന് ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കും മനസ്സിൽ. അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യാം, മീൻസ് ഞാൻ തന്നെ എനിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യണം നല്ലതാണോ? അപ്പൊ നല്ലതായിട്ട് നമുക്ക് ടൈം കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ പറ്റും. ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും നമുക്ക്, എത്ര സമയം ഇത്ര കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില ആൾക്കാരില്ലേ, നമ്മളെ ഫുഡിന്റെ മെനു വരെ ടൈം ടേബിള്, ഒരു മെനു വരെ ഒരാഴ്ചത്തേക്കുള്ളത് അവര് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അങ്ങനെ പറഞ്ഞ അത് ഒരു ഇതായിട്ട് എഴുതി വെക്കുന്നത്, മെനു എഴുതി വെക്കുന്നത് കാണാം. ഞാൻ അങ്ങനെയുള്ള ഒരു 2-3 ആൾക്കാർ എനിക്ക് പരിചയമുണ്ട് അങ്ങനെ എഴുതി വെക്കുന്നത്. പക്ഷെ ആസ് യൂഷ്വൽ മറ്റ് കുറച്ച് ലേഡീസിനെ നോക്കുകയാണെങ്കിൽ നിങ്ങള്, ഞാൻ പറയാൻ ശരിയാണെന്ന് അറിയില്ല കേട്ടോ, തലേ ദിവസമല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്യാതെ നാളെ എന്താ ഉണ്ടാക്കേണ്ടത്? അതെ ഞാനൊക്കെ അങ്ങനെയാ, തലേ ദിവസേ നോക്കുള്ളൂ. പിന്നെ നമ്മൾ ആലോചിക്കുന്നത് ഇപ്പൊ അപ്പോ അല്ലെങ്കിൽ ഇതിലേക്ക് ആണെങ്കിൽ മാത്രം കുറച്ച് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്തു അല്ലെ, സമയം നേരത്തെ കൂട്ടിയിട്ട്. അതായത് ഇത്ര സമയത്ത് ഉഴുന്ന് പരിപ്പൊക്കെ വെള്ളത്തിലിട്ടാലും നമുക്ക് രാത്രി ഇത് അടിച്ച് കറക്റ്റ് ആയിട്ട് മാവ് കലക്കാൻ പറ്റും അല്ലെ. അപ്പൊ അത് ഇച്ചിരി നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്. ബാക്കി ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, എന്ത് പുട്ട് അല്ലെ. പുട്ട് ഉപ്പുമാവ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഗോതമ്പിന്റെ വെറുതെ നമ്മൾ കലക്കപ്പം ചുടില്ലേ, വെറുതെ ഗോതമ്പില് കുറച്ച് വെള്ളം തലേ ദിവസം മറന്നുപോയാൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പുട്ട്. പെട്ടെന്ന് പുട്ടുപൊടി ഉണ്ടാവാൻ പെട്ടെന്ന് പുട്ടുണ്ടാക്കും. മോസ്റ്റ് ഓഫ് നമ്മുടെ മലയാളീസിന്റെ വീട്ടില് ഇത് പുട്ട് തന്നെയായിരിക്കും അല്ലെ. പുട്ടും കടലയും. പുട്ട് കടല, അല്ലെങ്കിൽ പുട്ട് പപ്പടം പഴം കഴിക്കുന്നവരുണ്ട്, പുട്ട് മീൻകറി കഴിക്കുന്നവരുണ്ട്. സൺഡേ ആണെങ്കിൽ സൺഡേ സ്പെഷ്യൽ ആയിട്ട് പുട്ട് മീൻകറി കഴിക്കാറുണ്ട്, ബീഫ് കഴിക്കാറുണ്ട്. അതൊക്കെ സൺഡേസിലൊക്കെ വരും. അതേപോലെ തന്നെ ഇതൊന്നും അല്ലാതെ കഞ്ഞി കുടിക്കുന്നവരുണ്ട് അല്ലെ. രാവിലെ നല്ലൊരു ചമ്മന്തി അല്ലെങ്കിൽ നല്ലൊരു പയറ് തോരനൊക്കെ വെച്ചിട്ട് നമുക്ക് കഞ്ഞി കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതും ഒരു രാവിലെ രസമാണ്. കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. അതൊക്കെ നമ്മൾ ഇൻസ്റ്റന്റ് പ്ലാനിങ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ലൈഫിൽ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കുന്നത് നല്ല കാര്യമായിരിക്കും. പക്ഷെ അത് നമുക്ക് ഫോളോ ചെയ്യാനും പറ്റണം. വെറുതെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അത് ഫോളോ ചെയ്യാനും പറ്റും. ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരിക്കും അങ്ങനെ ഫോളോ ചെയ്ത് പോയല്ലേ നമ്മുടെ പല കാര്യങ്ങളും കുറെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഇത്ര ടൈമിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, നമ്മൾ പണ്ട് പഠിച്ച സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ, ഇന്ന സബ്ജക്ട് ഈ സമയത്ത് പഠിക്കണം. അന്ന് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും എന്താണ്, ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും ആവശ്യത്തിൽ കൂടുതൽ സമയം കിട്ടും. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ടൈംസ് കൂടും അത്യാവശ്യം. ചിലവര് കണ്ടിട്ടില്ല, ചിലവര് രാവിലെ മുതൽ വൈകുന്നേരം വലിയ പണിയായിരിക്കും. പണി തീരാത്ത വീടുകളുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പണി എന്നും പണി. ഒരു ഞായറാഴ്ച കൂടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഒന്നിലിങ്ങനെ ഒരു നേച്ചറാണ്, അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടി ഇല്ലാത്തത് കൊണ്ടാവാം അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഒരു നേച്ചറാണ്, എന്താണ്, കംപ്ലീറ്റ് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. കണ്ടിട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ എന്റെ ചേച്ചീനെ പറയാം, എനിക്ക് എന്റെ നടുക്കൊരു ചേച്ചി ഉണ്ട്. ചേച്ചി കംപ്ലീറ്റ് എപ്പോഴും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. ഫാർമസിസ്റ്റ് ആണ്, ഇപ്പൊ ജോലിയില്ല.
പ്ലസ് ടീച്ചറുമാണ്, രണ്ടുമാണ്. പക്ഷെ ഇപ്പൊ ആള് പോകുന്നില്ല. പക്ഷെ എന്താണ് അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നോണ്ടാണെന്ന് അറിയില്ല, എപ്പോഴും ആള് വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് അവർക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏത് സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുക, റെസ്റ്റ്ലെസ് ആണ്. റെസ്റ്റ് എടുക്കാതെ ഇരുന്നിപ്പോ വളർന്ന് ഇതേപോലെ പെൻസിൽ പോലെ ഒട്ടും വണ്ണമില്ല. എന്ന് വെച്ചാൽ അതൊരു 5 മിനിറ്റ് പോലും ഞാൻ എന്റെ ചേച്ചി വെറുതെ ഇരിക്കുന്ന കണ്ടിട്ടില്ല. എപ്പോഴും വർക്കിംഗ് ആണ്. അല്ലെ കുറച്ചൊക്കെ നോക്കിയാൽ നല്ലതാണ് അല്ലെ, എപ്പോഴും ഇങ്ങനെ ഉഷാറായിട്ട് നടക്കുന്നത്. പക്ഷെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടതാണ് നമ്മൾ ഈ റെസ്റ്റ് എന്ന കാര്യം. എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് പറ്റുന്ന പണികൾ മാത്രം മാക്സിമം ചെയ്യാം. പറ്റാതെ നമ്മുടെ ശരീരം ഒരിക്കലും വില്ലിങ് ആവാത്ത സമയത്ത് നിങ്ങൾ ഒരിക്കലും പണിയെടുക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങളുടെ ശരീരമാണ് നശിച്ചു പോകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്താ സമയത്ത് ചെയ്തു കൊടുക്കാനെന്ന് പറഞ്ഞ് ഒരിക്കലും അത് പറ്റാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ നമ്മുടെ ശരീരം അനുവദിക്കാത്ത സമയത്ത് ഒരിക്കലും പണിയെടുക്കാൻ നിൽക്കണം കേട്ടോ. ചില വീട്ടമ്മമാര് വയ്യായിക പോലും മനസ്സിലാക്കാണ്ട് പണിയെടുക്കാറുണ്ട് അല്ലെ, ഇല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ എന്നിട്ട് ആരുടെ ആരോഗ്യം പോകുന്നത്? അങ്ങനെ ചെയ്യുന്നവരുടെ ആരോഗ്യം. ഇപ്പൊ ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ നിങ്ങള് അത് വെച്ചുകൊണ്ടിരുന്ന് ചിലവരാണെങ്കിൽ മരുന്നിന് പോലും പോകില്ല അല്ലെ, ഡോക്ടറെ പോലും കാണാതെ പോകാൻ ആൾക്കാരുണ്ട്. അത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ അന്നായിരിക്കും അവർക്ക് ഭയങ്കര പണി വീട്ടില്. അപ്പൊ ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒരു ലൈഫ് ടൈം ടേബിൾ കിട്ടി കഴിഞ്ഞാല് കുട്ടികൾ നമ്മളത് ഫോളോ ചെയ്യും. നമ്മൾ കാണിക്കുന്നുണ്ട് അവരത് ഫോളോ ചെയ്യാനും ശ്രമിക്കും കേട്ടോ. നമ്മുടെ പല പണികളൊക്കെ ഒതുക്കാനായിട്ടും ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എക്സാം ആയി, അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ റെക്കോർഡ്സുകളുടെ വർക്കുകളൊക്കെ കൂടുമ്പോൾ റെക്കോർഡ്സ് കൂടിക്കൊടുക്കാന്ന് വരും. അപ്പൊ അതൊക്കെ ഒന്ന് ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇരിക്കാനായിട്ടൊരു സമയം വേണം അല്ലെ. നിങ്ങൾ എല്ലാവരും വെളുപ്പിൽ എഴുന്നേൽക്കുന്നവരല്ലേ മിക്കവരും? രാവിലെ എഴുന്നേൽക്കുന്നവരല്ലേ എല്ലാവരും? 4 മണിക്ക് എത്ര പേര് എഴുന്നേൽക്കുന്നുണ്ട്? 4 മണി എഴുന്നേറ്റില്ല. 5 മണി 7 മണിക്ക് പോകാൻ വേണ്ടിട്ടേ 4:45. 4:45. 5 മണി. എത്ര പേര് എണീക്കും 7 മണിക്ക്? 5:30. 7 മണി 7 മണിക്ക് ചിലപ്പോ 7 മണി, അതല്ലെങ്കിൽ 5:30. സൺഡേയിലൊക്കെ 5:15 എഴുന്നേക്കും. 5:15 എഴുന്നേച്ചിട്ട് 5:30 നടക്കാൻ പോകും. 6 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കുക. 8 മണിക്കുള്ളിൽ എല്ലാ പണിയും കഴിക്കുന്ന എത്ര പേരുണ്ട്? 8 മണിക്കുള്ളില് രാവിലെ 9 മണിക്കുള്ളില് 8 മണിക്ക് കഴിയും. 9 മണിക്കുള്ളില് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയും. പിന്നെ മക്കളെ പറഞ്ഞയച്ചതിന് ശേഷം ക്ലീനിങ് കുറച്ച് പരിപാടികളെല്ലാം ബാക്കിയുണ്ടാവും. ക്ലീനിങ് മാത്രം ബാക്കിയുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം കഴിയും. ഇപ്പൊ 8 മണിക്ക് നമ്മൾ പണി തീർക്കണമെങ്കിൽ നമ്മൾ വെളുപ്പിന് എഴുന്നേൽക്കണം അല്ലെ. 5 മണി 4 ആ സമയത്ത് എഴുന്നേറ്റത്. പിന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് എപ്പോ എഴുന്നേറ്റാലും എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികളുള്ളവർക്കൊന്നും അത് നടക്കില്ല. ചെറിയ കുട്ടികളാണെങ്കിലും ചില ദിവസങ്ങളിൽ എല്ലാ ദിവസം പോലെ ആയിരിക്കില്ല ഓരോ ദിവസങ്ങൾ. ഓക്കെ, എങ്കിലും മാനേജ് ചെയ്ത് പോകാൻ ശ്രമിക്കണം. നമ്മള് ശരിക്കും നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളായിരുന്ന സമയത്തായിരിക്കും അല്ലെ. കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് റുട്ടീൻസ് തെറ്റിയ സമയമാണ് അല്ലെ. ഭക്ഷണം പല സമയത്ത്, സമയത്ത് എവിടെയും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ സമയത്ത് നമുക്ക് നിയന്ത്രണം വന്നു അല്ലെ. കുട്ടിക്ക് ഒരു 3 വയസ്സ് 2 വയസ്സൊക്കെ ആവുന്ന വരെ ആ ഒരു സമയം വരെ നമ്മൾ അതിലേക്ക് ആയിട്ടില്ല, ട്രാക്കിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അല്ലെ. കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇല്ലേ. അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനൊന്നും കഴിയില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കേണ്ട ആ സമയത്ത്. അപ്പൊ നമ്മള് കുറച്ച് അവരുമായിട്ട് എൻഗേജ്ഡ് ആവും. അതെ മാം, എന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒന്ന് ബോഡി ഒന്ന്, കാരണം ഡെലിവറിക്ക് ശേഷം നല്ല ഫുഡ് ആണോ അപ്പൊ ഒന്ന് ഡൗൺ ചെയ്യാൻ വേണ്ടിട്ടേ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് ടൈം സ്പെയർ എടുക്കാന്ന് വിചാരിച്ചാൽ പോലും മോനൊക്കെ കുഞ്ഞാകുന്ന സമയത്തിന് വിടത്തില്ല. കാരണം ആള് ഇങ്ങനെ തൂങ്ങി പിടിച്ചോണ്ടിരിക്കും. ഒരു യോഗ ചെയ്യാനോ വർക്കൗട്ട് ചെയ്യാനോ വിടത്തില്ലായിരുന്നു. പിന്നെ ഇപ്പൊ അവൻ കുറച്ചും കൂടി ബെറ്റർ ആയപ്പോഴത്തേക്കിനും എന്റെ കാര്യം, എന്റേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ചെയ്യാനോ യോഗ ചെയ്യാനുള്ള ടൈമൊക്കെ ഞാൻ എടുക്കാറുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല. എന്തുകൊണ്ടാ?
പകല് മൊത്തം കിടന്ന് കളിയുക. ഇന്നലെ മൊത്തം മറിഞ്ഞിടക്കലായിരുന്നു, മുട്ടിന്റെ തൊലി എല്ലാം പോയി. അതിന്റെ മൊത്തം രാത്രിയിലാ കാണിച്ചത്. അതെ. ഇപ്പൊ എന്റെ മോനുണ്ടാകുന്ന സമയത്ത് കണ്ട ഇപ്പൊ കിടന്ന് നല്ല ഉറക്കം. ഒന്നര കഴിഞ്ഞു. എന്റെ മോനൊക്കെ അതെ 3 മണിക്കാണ് ഉറങ്ങിയിരുന്ന രാത്രിയൊക്കെ. 3 മണിക്ക് 3-4 രാത്രി 3 മണിയാവണവരെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. എന്റെ തന്നെ അങ്ങനെയാണ് എന്റെ കണ്ണിന് ചുറ്റി കറുപ്പൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് BEd ചേർന്നപ്പോ രാത്രിയാണല്ലോ പഠിക്കാറ്. അപ്പോഴും ഇതേപോലെ ഉറക്കിയിട്ട് ഞാൻ വെളുപ്പിന് അറിയുന്ന പഠിക്കാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇതേപോലെ ഉറക്കം നിന്നിട്ടുണ്ട് നന്നായിട്ട്. നിങ്ങൾ എല്ലാവരും ഉറക്കം നല്ലോണം നിന്നിട്ടുണ്ടാവും അല്ലെ? കുഞ്ഞുണ്ടായ ഒരു സമയത്ത് കുറെ പേര് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പാരന്റ്സിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് ചിലവരുടെ അങ്ങനെയാണ്, ഒരു പ്രശ്നമില്ല, രാവിലെ ഉറങ്ങി രാത്രി ഉറങ്ങും പകലും ഉറങ്ങാൻ പിന്നെ എപ്പോഴും ഉറക്കമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇത് രാത്രിയില കഥ വരെ രാത്രി പറഞ്ഞു കൊടുക്കണം, നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. കണ്ണടഞ്ഞിട്ട് ഞാൻ ചില സമയത്ത് കണ്ണടഞ്ഞു പോവും, ചെവിപ്പിറ്റിക്ക് അടിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ടൈം ടേബിളിലേക്ക് വരാം. The timetable is a detailed plan showing the schedule of time allocation to various subjects and activities. Usually, the timetable is prepared for a week to be repeated. All the work in the school is carried out systematically in tune with the timetable. The outstanding work in a school depends on a suitable timetable. Hence, the timetable is said to be the second school clock. Okay. ഇവിടെ സ്കൂളിലെ ടൈം ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഓരോ സബ്ജക്ട്സും ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് എന്ത് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഷെഡ്യൂൾഡ് ടൈമിൽ ഇപ്പൊ ഓരോ പീരീഡും എത്ര സമയത്തേക്കായിരിക്കും. ഇപ്പൊ ഒരു ദിവസം നമ്മളിപ്പോ നോർമൽ സ്കൂളുകളാണെങ്കിൽ എത്ര പീരീഡ് ഉണ്ടാവും? എത്ര പീരീഡ് ഉണ്ട്? 7. 8 പീരീഡ് ഒക്കെ ഉള്ള ക്ലാസ്സുകളുണ്ട്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 8 പീരീഡ് ഉണ്ട്, 8 പീരീഡ് എടുത്തിട്ടും ഉണ്ട്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നിസ്സാര കാര്യമല്ല ടീച്ചേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള. അപ്പൊ അത് ഓരോ സ്കൂളിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ചില സമയത്ത് ടീച്ചേഴ്സ് ഒക്കെ ലീവാണ്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ക്ലാസ് എടുക്കേണ്ടി വരില്ല. അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് എടുക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇത്തരം സബ്ജക്ട്സുകൾക്കും ആക്ടിവിറ്റീസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് ഓരോ ടൈംസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് മാത്രമാണോ, ഒരു ദിവസത്തേക്കാണോ? അല്ല, എല്ലാ ദിവസവും അല്ലെ? യൂഷ്വലി the timetable is prepared for a day, then to be repeated. Then അത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് വീക്ക് അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അല്ലെ? നിങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ആലോചിക്കുക കേട്ടോ. ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ ആണെങ്കിലും ഓർക്കാം. Then all the work in the school is carried out systematically in tune with the timetable. അപ്പൊ ഒരു സ്കൂള് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക്കലി അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഇപ്പൊ തിങ്കളാഴ്ച ഒരു ടൈം ടേബിൾ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനെ ഫ്രൈഡേ വരെ എന്താണ് ഒരു ടൈം ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് സ്കൂൾ വർക്കിംഗ് ടൈം നടക്കുന്നത് അല്ലെ? ഇപ്പൊ 9:30 to 4, 4 മണി അല്ലെങ്കിൽ 3:30 വരെ ആണെങ്കിൽ എന്താണ് സ്പെസിഫിക് ആയിട്ട് പീരീഡുകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് ആ സ്കൂൾ വർക്ക് ചെയ്യുന്നത്. വെക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കാൻ പോലും എന്താണ് അത് നമുക്ക് സ്പെസിഫിക് ടൈം ഉണ്ടാവും അല്ലെ? ഇപ്പൊ കുട്ടികൾക്ക് 4 മണിക്ക് ശേഷം സ്പെഷ്യൽ വെക്കുന്ന സ്കൂൾ 4 to 4:45 അല്ലെങ്കിൽ 5 മണി, ഇത്രയും. ഇത് ഈ ഷെഡ്യൂൾ അനുസരിച്ച് പോകാറുള്ളൂ. ഓക്കെ, വീക്ക് സ്റ്റുഡൻസിനൊക്കെയാണ് നമ്മൾ 10th സമയമൊക്കെ 10th SSLC എക്സാം ഒക്കെ വരുമ്പോഴാണ് വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മള് 2-2.5 മണിക്കൂറെങ്കിലും വൈകുന്നേരം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ഓക്കെ, അത് ഈ ഒരു ടൈം ടേബിളിനകത്ത് വരുന്നില്ലെങ്കിൽ കൂടിയും അതും കൂടി ഞാൻ പറഞ്ഞതാണ്. അത്രയും ഷെഡ്യൂൾ ചെയ്യുമ്പോഴും ആ ഒരു സമയം കൊടുക്കുന്നത് അങ്ങനെയായിരിക്കും. ഇപ്പൊ സ്പെഷ്യൽ ക്ലാസ്സസിന് വേണ്ടിയിട്ട് ഇത്രയും സ്പെസിഫിക് ആയിട്ട് സമയങ്ങൾ നമ്മൾ തിരിക്കുന്നുണ്ട് ഓരോ ക്ലാസ് വൈസ് ആയിട്ട്. Then outstanding working of a school depend on a suitable timetable. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലെ? ഒരു സ്കൂളിലെ പ്രത്യേകിച്ച് എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്കിംഗ്, അല്ലെങ്കിൽ ആ സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അത് എന്തിനു ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്?
സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ സ്കൂളിൽ മികച്ച രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ അവിടെ ലഭിക്കുന്നത്. ഇനി മാത്രമല്ല, ദ ടൈം ടേബിൾ ഇസ് സെറ്റ് ടു ബി ദ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക്. എന്താ പറയുന്നത്? സെക്കൻഡ് സ്കൂൾ ക്ലോക്ക്. എന്തിനാണ് സെക്കൻഡ് സ്കൂൾ ക്ലോക്ക്? രണ്ടാമത്തെ ഒരു ക്ലോക്കാണ്. മൂന്നാമത്തെയോ? സെക്കൻഡ് രണ്ടാം. എന്താണ് അവിടെ, എന്താണ് അങ്ങനെ അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് ആണെന്ന് പറയാൻ കാരണം? നമ്മള് ക്ലോക്കിലെ ടൈം വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതല്ല, അതിനകത്ത് തന്നെ ഒരു അറേഞ്ച്മെന്റ്. ആ ഒരു അറേഞ്ച്മെന്റ്സിന്, ടൈം അറേഞ്ച്മെന്റ്സിനെ കൊണ്ടാണ് അതിനങ്ങനെ സെക്കൻഡ് ക്ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യണം. ഇത് നിർബന്ധമായിട്ടും ഇത് പഠിക്കുകയും വേണം ഈ ഒരു പാരഗ്രാഫ്. ഓക്കെ. യെസ്. അപ്പൊ ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. വിവിധ തരത്തിലുള്ള സബ്ജക്റ്റിനും ആക്ടിവിറ്റീസിനും വേണ്ടി നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ടൈം ടേബിൾ നമ്മൾ ഒരു വീക്കിലേക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ നെക്സ്റ്റ് വീക്ക് മുതൽ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് സ്കൂൾ വർക്കിംഗ് ഡേ നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു ടൈം ടേബിളിനെ ആശ്രയിച്ചിട്ടായിരിക്കും അത് പോകുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ്, ഔട്ട്സ്റ്റാൻഡിംഗ് വർക്കിംഗ് പെർഫോമൻസിന് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ എപ്പോഴും ആവശ്യമാണ്. അതേപോലെ തന്നെ ടൈം ടേബിളിൽ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താ? സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്ന രീതിയിൽ അതിനെ അറിയപ്പെടുന്നു. ഓക്കെ. യെസ്. ക്ലിയർ ആണോ ടൈം ടേബിൾ? യെസ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടൈം ടേബിളിനകത്ത് വരുന്ന കണ്ടന്റ്സ്. ഇതെങ്ങനെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ടൈം ടേബിൾ ഇടാനും എടുക്കാനും ഇരിക്കാനും ഒക്കെ. നമുക്ക് ഓരോ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസിക്കൽ എടുത്ത് എളുപ്പമായിരിക്കും, പക്ഷെ അതിന് മുമ്പ് അത് അലോക്കേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ കണ്ടന്റ്സ് അതിൽ വരുന്നത് നോക്കുക. കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ, ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. ഇതൊക്കെ വരുന്നുണ്ട്. ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. പറയാം. സ്കൂളിന്റെ ആരംഭവും അവസാനവും. ആരംഭം അവസാനം. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും ക്ലാസ് എപ്പോ അവസാനിക്കേണ്ട ടൈമും ക്ലാസ് എടുത്ത് അവസാനിപ്പിക്കുന്ന ഒരു ടൈം അല്ലെ, അത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എത്ര മണിക്ക് എത്ര സമയം. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ എത്ര സമയം ഉണ്ടായിരിക്കും? ഇപ്പൊ 9:30 ഫസ്റ്റ് ബെൽ അടിച്ചു. ഫസ്റ്റ് പീരീഡ് തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? 9:45 സ്റ്റാർട്ട് ചെയ്യും. 9:45 ടു എത്ര മണി വരെ? 10:30. 10:30. ഓക്കെ. നെക്സ്റ്റ് പീരീഡ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യും 10:35 to 11:15. 11:15 നമുക്ക് എന്തടിക്കും? ഒരു ഇന്റർവെൽ ഉണ്ടാവും. ഓക്കെ. അത് കഴിഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്യും. അതൊരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 11:25 ആവുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ആവും. 11:25 ആണ് ബെല്ലടിക്കും അല്ലെ? ഇന്റർവെൽ കഴിഞ്ഞിട്ട് ബെല്ലടിച്ച് പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത പീരീഡ് എത്ര മണി വരെ ഉണ്ടാവും? അതും 12:15 വരെ ഉണ്ട്. ഓക്കെ. ഇപ്പൊ ചിലയിടത്ത് എങ്ങനെയാണ് 12:15 തുടങ്ങി 12:45 വരെ ഉണ്ടാവാറുണ്ട്. 15 മുതൽ 45 വരെ. അങ്ങനെ 4 പീരീഡ് വരാറുണ്ട്. ചിലവരെങ്ങനെയാണ്? അത് ഒരു 5 മിനിറ്റ് അപ്പുറം ഇപ്പുറം കുറച്ച് മാനേജ് ചെയ്യും. ഓരോന്നും സ്കൂളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും മാക്സിമം ഒരു എല്ലാ സ്കൂളിലെയും ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഒരു 40 അല്ലെങ്കിൽ 45 ഈ ടൈമിനായിരിക്കുമല്ലോ ഒരു ക്ലാസ് നടക്കുന്നത്. 45 ടൈം അതാണ് കൊടുക്കുന്നത്. കറക്റ്റ്. തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ടൊരു ടൈം ഉണ്ടായിരിക്കും. എന്തോ ഇത് റെഗുലർ സ്കൂൾസിന്റെ ടൈം ടേബിൾ അല്ലേ? നമ്മുടെ ഇത് കിൻഡർ ഗാർഡൻ സ്കൂളിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 15 മിനിറ്റ്സ് അല്ലേ ഉണ്ടാവുള്ളൂ? അതെ അതെ, വ്യത്യാസം ഉണ്ടായിരിക്കും. റെഗുലർ ആയിട്ടൊരു ഹോൾ സ്കൂൾ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. ദെൻ ടൈം ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. ഇവിടെ ഫസ്റ്റ് പറഞ്ഞതിൽ നമ്മളൊരു കാര്യം വിട്ടുപോയി. ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് സ്കൂൾ ഡേ. സ്കൂൾ ഡേ ആരംഭിക്കുന്ന എപ്പോഴാണ്? 9:30. 9:30 ആണെങ്കിൽ അവസാനിക്കുന്ന എപ്പോൾ ടൈമാണ്? 40 ആണെങ്കിൽ 3:30. ഇതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 9:30 to 3:30.
3:30 നമ്മൾ ഈ സെക്കൻഡ് പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പോയിന്റിന്റെ കാര്യത്തില് മാറിപ്പോയി കണ്ടോ? മനസ്സിലായോ? മനസ്സിലായി. യെസ്. അപ്പൊ ഓരോ സ്കൂളിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവർ അതിന്റെ എൻഡിങ് ടൈം ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. ഓരോ പീരീഡ് അവസാനിക്കുന്നതിനും എന്തുണ്ട്? ഇത്ര പീരീഡ്. ചില സ്കൂളില് ഓക്കെ ഇതാണ് ചില നമ്മള് CBSE സ്കൂളുകളൊക്കെ ഇപ്പൊ രാവിലെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അല്ലെ? 7 മണി 7:30 സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അവർക്ക് 1 മണി വരെ 2:30 വരെയൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലെ? അതിനുശേഷം കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും. അത്രയും ഒരു വർക്കിംഗ് ടൈം ഉണ്ടാവുള്ളൂ, സ്കൂൾ ടൈം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഓരോ പീരീഡിൽ എന്താണ് എൻഡിങ് ടൈം കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കൃത്യസമയം ഉണ്ടായിരിക്കും. കൃത്യസമയത്ത് തന്നെ ബെല്ലടിച്ചിരിക്കും. ഓക്കെ. ദെൻ subject and activities offered during a specific period. Subject and activities offered during a specific period. എന്താ പറയുന്നത്? ആ പീരീഡിന് തന്നെ നമ്മള് കഴിയണം. ആക്ടിവിറ്റീസ് ആയാലും സ്റ്റഡീസ് ആയാലും. ഓരോ പീരീഡിലും ഏത് സബ്ജക്റ്റ് ആണ്, ഏത് പ്രവർത്തനങ്ങളാണ് പ്രത്യേകം സ്പെസിഫൈ ചെയ്യുക. യെസ്. ഇപ്പൊ ഇന്ന പീരീഡ്, ഫസ്റ്റ് പീരീഡ് എന്താണ്, സെക്കൻഡ് പീരീഡ് എന്താണ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. ചിലതിൽ ഈ ആക്ടിവിറ്റീസ് നിന്ന് ചിലതിൽ എന്താണ് PT വരാറുണ്ട് അല്ലെ? ടൈം PT പീരീഡ് വരാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് സബ്ജക്റ്റിനനുസരിച്ചും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ട് എന്താണ് ഓരോന്നിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത ടൈം ടേബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 4th വൺ എന്താ പറയുന്നത്? Days on which each subject and each activities to be handled. Days on which each subject and each activities to be handled. ഓരോ ദിവസത്തെ സബ്ജക്ട് ആക്ടിവിറ്റീസ് അതിന്റെ എഡ്ജിലെഴുതുക 5 എന്ന് കൊടുത്തിരിക്കുന്നു. ഹാൻഡിൽഡ് 5 എന്ന് കൊടുത്തിരിക്കുന്നു. പോയിന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ്. നോക്കൂ എന്താണ് 4th വണ്ണിൽ പറയുന്നത്? Days on which each subject and each activities to be handled. ഓരോ വിഷയത്തിനും എത്ര ദിവസങ്ങളാണ്, ഏതൊക്കെ ദിവസങ്ങളാണെന്ന് തീരുമാനിക്കല്ലോ ഓരോ ആക്ടിവിറ്റീസ്. ആ ദിവസം നമ്മള് ഓരോ എല്ലാ വിഷയങ്ങളും ഉണ്ടാവാറുണ്ടോ? എല്ലാ ദിവസവും ഇല്ല. ഇംഗ്ലീഷും എല്ലാ ദിവസവും ഉള്ള പീരീഡ് ക്ലാസ്സിലുള്ള റെഗുലർ സബ്ജക്ട്സ് എല്ലാ ഡെയിലിയും ഉണ്ട്. അതായത് ഹിന്ദി ഒഴിവാക്കാത്തൊരു സബ്ജക്റ്റ് ആണ് മാത്സ് അല്ലെ? എല്ലാ ദിവസവും ഉണ്ടാവും. ഒരു നിവൃത്തിയില്ലാത്ത കാര്യമാണ്. അതല്ല, എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന ഒരു സമയത്ത്. ഇന്നും മാത്സ് ഉണ്ട്, ഇന്ന് കണക്ക് ടീച്ചർ വരും, ഇന്ന് കണക്ക് മാഷ് വരും. ഒരു കാലഘട്ടത്തിൽ ഓക്കെ. പിന്നെ ആ സബ്ജക്റ്റ് മലയാളം എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങളിൽ പക്ഷെ ഒഴിവാവാറുണ്ട് മലയാളം. മലയാളമൊക്കെ എന്നുണ്ടാവും. പിന്നെ ഇംഗ്ലീഷും എന്നുണ്ടാവും. സയൻസ് വിഷയങ്ങളും സ്കൂളുകളില് ഇംഗ്ലീഷ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പിന്നെ അധികം ഇംഗ്ലീഷ് വേണം. ക്ലാസ് ടീച്ചർ ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ. പിന്നെ ഹിന്ദി IT അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ. The 5th one എന്താണ്? Names of the teachers in charge of each division of each standard. ഓരോ പേരിലുള്ള ടീച്ചർമാര് ചാർജ് ഓരോ ഡിവിഷന്റെ ഓരോ സ്റ്റാൻഡേർഡിലെ ടീച്ചേഴ്സിന്റെ അവരുടെ നെയിം അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിലും ടൈം ടേബിൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് സ്കൂളുകൾ കീപ്പ് ടേബിൾ അല്ലേ? സ്കൂളുകൾ കീപ്പ് ചെയ്യണ ടേബിൾ ജിഷ മിസ് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഒരു അസൈൻമെന്റ് ഉണ്ട് 10 questions. അതിൽ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. മിസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. Then 6th one, room in which each class meets. അതെന്താണ്? Room in which each class meets. ഓരോ ക്ലാസ്സിൽ എവിടെ വെക്കാന്നുള്ളത്. സ്കൂളിന്റെ ഏത് ഭാഗത്ത് 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ കുഞ്ഞി പിള്ളേരെ ക്ലാസ് ചിലപ്പോൾ താഴത്തായിരിക്കാം, വലിയൊരു ക്ലാസ് മുകളിലായിരിക്കാം. അങ്ങനെ അതെങ്ങനെ ടൈം ടേബിൾ
ക്ലാസ് റൂം ആണോ? ഒരുമിച്ച് ഇരുത്തി പഠിപ്പിക്കലാണ് വേറെ മിക്സ് ചെയ്ത്? ഒരുമിച്ച് നമ്മളിപ്പോ എന്താണ് ഒരുമിച്ച് വന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്ക് സബ്ജക്ട് ലാംഗ്വേജസ് ആണോ? ലാംഗ്വേജസ് ആയിരിക്കും. സാൻസ്ക്രിറ്റ്, അറബിക്, മലയാളം അങ്ങനെയൊക്കെ ഒരു മലയാളം, ഹിന്ദി. രീതിയിൽ അവരെ കാറ്റഗറൈസ് ചെയ്യാറില്ലേ നമ്മള്? ഇപ്പൊ സാൻസ്ക്രിറ്റ് ഉള്ളവർ ഒരു ക്ലാസ്സിലായിരിക്കും, മലയാളം പഠിക്കുന്ന കുട്ടികൾ മലയാളം സെക്കൻഡ് ആണെങ്കിൽ മലയാളം പഠിക്കുന്ന കുട്ടികൾ മലയാളം ക്ലാസ്സിലായിരിക്കും, സാൻസ്ക്രിറ്റ് ഉള്ള കുട്ടികൾ എല്ലാവരും കൂടി എന്താണ് ഒരൊറ്റ ക്ലാസ്സിലായിരിക്കും. അപ്പൊ പല ഡിവിഷനിൽ നിന്നും ഓരോ കുട്ടികൾ എന്താണ് ഒറ്റ ക്ലാസ്സിലേക്ക് വരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അങ്ങനെ? +2 അങ്ങനെയായിരുന്നു. +2 സെക്കൻഡ് ലാംഗ്വേജ് അങ്ങനെയാണ് അവർക്ക് അല്ലെ? 10th വരെ അങ്ങനെയല്ലായിരുന്നു. സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്കൂളിൽ 10th 9th ഒക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ അതിനൊരു സ്പെസിഫൈ ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്ന ക്ലാസ്സിലാണ് ഇപ്പൊ സാൻസ്ക്രിറ്റ്, ഇന്ന ക്ലാസ്സിലാണ് അറബിക്, ഇന്ന ക്ലാസ്സിലാണ് മലയാളം എന്നുള്ളത്. അപ്പൊ പല ക്ലാസ്സിലെ കുട്ടികൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ? ഒരുമിച്ച് അവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു റൂമാണ്. അതുകൂടി ആ ടൈം ടേബിൾസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാൻസ്ക്രിറ്റ് എന്നാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സബ്ജക്ട്സും ഓഫർ ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ അതും കൂടി ടൈം ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ. Then details respecting the recess period. Details respecting the recess period. നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയോ? ഇടവേളകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത് വേണം നമുക്ക് ഡിഫ്രഷ് ചെയ്യാനായിട്ടുള്ള ഒരു ലെഷർ ടൈം വേണ്ടേ നമുക്ക് ക്ലാസ്സില്? വേണം. അതെ. ഒരു ഫ്രീ പീരീഡ് കിട്ടിയാൽ എന്താണ് നിങ്ങൾക്ക് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഹാപ്പി. നമ്മളെല്ലാവരും ആ സിറ്റുവേഷനിൽ കടന്നു വരുന്നത് അല്ലെ? ഇപ്പൊ പ്രത്യേകിച്ച് കണക്ക് സാറ് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അന്നത്തെ പീരീഡ് ഫ്രീ ആണ് അല്ലെ? ആരും വരാനില്ല, വേറെ ടീച്ചേഴ്സ് ഒന്നും വന്നില്ലെങ്കിൽ സന്തോഷം. ഒരു വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ അല്ലെ? വല്ലപ്പോഴൊക്കെ നമുക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതല്ലാണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എന്താണ് കുട്ടികൾക്ക് ഒരു റെസസ് പീരീഡ് ഇടവേളകൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ. യെസ്. അതെങ്ങനെ വേണ്ട അത് ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരത് കൊടുക്കുന്നത്. ചിലപ്പോ ഒരു PT മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ നീഡിൽ വർക്ക്സ് ഒക്കെ ഉണ്ടാവില്ലേ? എന്തോ നീഡിൽ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. SUPW അല്ലേ? SUPW അങ്ങനെ പല റിക്രിയേഷണൽ ആയിട്ടുള്ള എന്ത് പ്രോഗ്രാംസും വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു പീരീഡ് അതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ടൈം ടേബിളിന്റെ പ്രധാന കണ്ടന്റ്സിൽ വരുന്നത് കേട്ടോ. അപ്പൊ ആ 7 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ജസ്റ്റ് ഒരാളൊന്ന് വായിക്കാമോ? 7 എണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ഞാൻ പേര് വിളിക്കാം. അഭിഷ ഉണ്ടോ? അഭിഷ ഉണ്ടോ? ഇല്ല. Yes, ma'am. അഭിഷ ഒന്ന് വായിച്ച 7 പോയിന്റ്സ് ഒന്ന്. First one, time of beginning and ending of school day. Time of inspection and the ending of each period. And the activities offered during a specific period. Days on which each subject and each activity is to be headline. The point, name of the teachers in charge of the each division of the each student. Each standard. Sixth point, room in which each class meets. Okay. 7. Details respect the recess periods. Okay. കണ്ടൻസുകൾ മനസ്സിലായോ? ഓക്കെ. ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ആണ്. ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. സ്കൂൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 ടൈം ടേബിൾസ്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എത്ര ടൈം ടേബിൾസ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ, പിന്നെ എന്താണ്
മാസ്റ്റർ ടൈം ടേബിൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം. 3 types ഓഫ് ടൈം ടേബിളിലെ ഫസ്റ്റ് വരുന്നത് എന്താണ്? ക്ലാസ് ടൈം ടേബിൾ ആണ്. ദിസ് ഇസ് മെയിൻ ഫോർ ദ ക്ലാസ്. ക്ലാസ് ടൈം ടേബിൾ എന്തിനു വേണ്ടിയായിരിക്കും? ക്ലാസ്സുകൾക്കാണ് നമ്മൾ അത് അലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. This will show the dissemination of subject. There should be a general timetable showing class-wise distribution of subjects. Class timetable എന്ന് പറയുന്നത് എന്താണ്? Class timetable. ക്ലാസ് സംബന്ധിച്ചിട്ടുള്ള സാധാരണ കാര്യങ്ങള്. ക്ലാസ് സംബന്ധിച്ച സാധാരണ കാര്യങ്ങളാണോ? ജനറൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. പ്രത്യേകിച്ച് ക്ലാസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസ്, ഏതൊക്കെ പീരീഡുകളാണ്, ഏതൊക്കെ പീരീഡ്സിൽ ഏതൊക്കെ അറേഞ്ച്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടൻസിൽ ഓഫർ ചെയ്തിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ക്ലാസ് ടൈം ടേബിൾ. പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫർ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. അത് ക്ലാസ് റിലേറ്റഡ് അല്ലേ. അതേപോലെ തന്നെ എന്താണ്? ഡേയ്സ് ഓൺ വിച്ച് ഈച്ച് സബ്ജക്ട് ഈച്ച് ആക്ടിവിറ്റി ടു ബി ഹാൻഡിൽഡ്. അത് ക്ലാസ് ടൈം ടേബിൾ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെന്താണ്? നെയിംസ് ഓഫ് ദ ടീച്ചേഴ്സ് ക്ലാസ് ടൈം ടേബിളിൽ വരുമോ? ഇല്ല, അത് ടീച്ചേഴ്സ് ടൈം ടേബിളിൽ വരും. Then room in which each class meets ക്ലാസ് ടൈം ടേബിൾ വരുമോ? ഇല്ല, അതും ടീച്ചേഴ്സിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതല്ലേ. ക്ലാസ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സബ്ജക്ട്സിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ ഡിസ്ട്രിബ്യൂഷൻസ് കൊടുക്കുന്നതാണ് ഓരോ സബ്ജക്ട്സിന്. ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്തായിരിക്കും? അപ്പോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെ. അതെ. ടീച്ചർ should have a copy of his timetable of his work. എല്ലാ ടീച്ചേഴ്സിന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കും? അവരുടെ ടൈം ടേബിൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടുണ്ടായിരിക്കും അല്ലെ. അതിന്റെ ഒരു കോപ്പി നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ദിസ് ടൈം ടേബിൾ വിൽ ഷോ ദ ക്ലാസ് ഇൻ വിച്ച് ഹി ഈസ് ടു ടീച്ച് ഇൻ എ സ്പെസിഫിക് പീരീഡ്. അപ്പൊ ഏത് പീരീഡിലാണ് നമ്മൾ കയറേണ്ടത്, ഏതൊക്കെ ക്ലാസ്സുകളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 5B, 5C, 6B എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കും അല്ലെ. ഏതൊക്കെ പീരീഡ്? രാവിലെ 5B ആണെങ്കിൽ സെക്കൻഡ് പീരീഡ് എവിടെയായിരിക്കും? ചിലപ്പോ അടുത്ത ക്ലാസ് അല്ലെ, 6A അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങളെ ടൈം ടേബിൾ നമ്പർ ഉണ്ടോ? കണ്ടിട്ടുണ്ട്. Then a consolidated teacher's timetable should be available with the headmaster. ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ ആരാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്? ടീച്ചേഴ്സ് ഒരുമിച്ചിരുന്നിട്ട് ചെയ്യുന്നതും ഇല്ലേ ടൈം ടേബിള്? ഹെഡ് മാസ്റ്റർ അറേഞ്ച് ചെയ്യില്ലത്. ഹെഡ് മാസ്റ്റേഴ്സും ഉണ്ട്. ഞാൻ ചെയ്ത സ്കൂളിൽ നമ്മൾ എല്ലാരും ഒരുമിച്ചിരുന്നിട്ടായിരുന്നു ചെയ്തിട്ടുണ്ട്. നമ്മളത് റിപ്പോർട്ട് ചെയ്യും അല്ലെ. ഹെഡ് മാസ്റ്റർ അറിയിച്ചിട്ട് അദ്ദേഹം അലോട്ട് ചെയ്യാറുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്യും. ചില കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മാറി കയറിയാൽ ഇന്ന ആൾക്ക് ഇവിടെ കയറാൻ പറ്റും അല്ലെ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര പണിയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. ഭയങ്കര പണിയാണ്. എക്സാമിന്റെ ടൈം ടേബിൾ അതിലും ബുദ്ധിമുട്ടാണ്. കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എക്സാം ടൈം ടേബിൾ ഓരോ ക്ലാസ്സിനൊക്കെ തിരിച്ച് ഇത്ര കുട്ടികൾ ഇത്ര ക്ലാസ്സിൽ, ഇതൊക്കെ ഭയങ്കര തലേന്നൊക്കെ കുറയ്ക്കും. കുറെ സമയം ഇരുന്നിരുന്ന് അത് മാത്രമല്ല ഓരോ ക്ലാസ്സിലും നമ്മൾ എക്സാം ടൈം ആകുമ്പോൾ അതിന് മുൻപിൽ ഒട്ടിക്കേണ്ട ഓരോ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ടീച്ചേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. അത് ഒട്ടിക്കുന്നത് അവിടെ ആയിരിക്കുള്ളൂ. പക്ഷെ ഓരോ ക്ലാസ്സിൽ ഇപ്പോ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു 10,000 കുട്ടികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓരോ ക്ലാസ്സിന്റെ എക്സാം വൈസ് ഹൈസ്കൂൾ ആകുമ്പോൾ 8, 9, 10 ഈ 3 ക്ലാസ്സിന്റെ എക്സാം ഉണ്ടാവും. ഈ 3 ക്ലാസ്സും കൂടി എത്രത്തോളം കുട്ടികൾ ഉണ്ടാവും? അതൊക്കെ ഒരേ ക്ലാസ്സില് ഇപ്പൊ നമ്പർ 1 മുതൽ നമ്പർ 25 വരെ ഒരു ക്ലാസ്, 25 മുതൽ അടുത്ത ക്ലാസ്. നമുക്ക് തലേന്ന് വരണ്ട. അറേഞ്ച് ചെയ്ത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മളത് കുറച്ച് ദിവസം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അതേ ഷെഡ്യൂൾ വെച്ച് പോകാൻ പറ്റും. എന്നാലും ബുദ്ധിമുട്ടാണോ? നിസ്സാര പണിയൊന്നുമല്ല ടീച്ചിങ്. ഇതൊക്കെ ചെയ്യേണ്ടി വരും. നമ്മള് ചെയ്യണം അല്ലെ. അതെ, ഒരു പ്രോഗ്രാം വരുമ്പോ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. എക്സാം പ്രോഗ്രാംസ് പിന്നെ എന്തെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റും. പക്ഷെ എക്സാം നമുക്ക് ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തെറ്റാൻ പാടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റാൻ പാടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന ക്ലാസ്സിൽ ഇത്രയാണ് കറക്റ്റ്. അത് ചിലപ്പോൾ ചില ക്ലാസ്സിൽ പല എക്സാംസ് ഉണ്ടായിരിക്കും. സയൻസ് ആയിരിക്കും, മലയാളം ആയിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ എന്താണ് സയൻസും മലയാളം ഇംഗ്ലീഷും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. രാവിലെ ടീച്ചേഴ്സ് നേരത്തെ എത്തി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം
ഓരോ ക്ലാസ്സിലേക്ക് പോവാനായിട്ട്. നല്ല പരിപാടിയാണ്. ഹൈസ്കൂളിൽ അങ്ങനെയുള്ള സ്കൂളുകളുണ്ടോ? എന്തോ എന്റെ ക്ലാസ്സില് ഇത് അസൈൻമെന്റില് ഇത് മൂന്നും എല്ലാ വർഷവും ടൈം ടേബിൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് കേട്ടോ. 3 എണ്ണം ഉണ്ട്. ഇനി എന്തായിരിക്കും മാസ്റ്റർ ടൈം ടേബിള്? ഹോൾ സ്കൂളിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? ഹോൾ സ്കൂളിന് വേണ്ടിയിട്ടാണ് എന്താ മാസ്റ്റർ ടൈം ടേബിൾ നമ്മൾ തയ്യാറാക്കുന്നത്. സ്കൂളിന് ഒരു പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ബിഗിനിങ് മുതൽ എൻഡിങ് വരെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരു ടൈം ടേബിൾ ഉണ്ട്. ക്ലാസ്സോ ടീച്ചേഴ്സിന്റെ കൂടാതെ തന്നെ ഉള്ളതാണ് മാസ്റ്റർ ടൈം ടേബിൾ. ഓക്കെ, this is the consolidated timetable for the whole school. This will give a complete picture of the work of the school. ഒരു സ്കൂളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ത് മാസ്റ്റർ ടൈം ടേബിൾ വരുന്ന കാര്യങ്ങൾ. ഇറ്റ് ഷുഡ് ബി അവൈലബിൾ വിത്ത് ദ ഹെഡ് മാസ്റ്റർ. ഇത് ആരുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക? മാസ്റ്റർ ടൈം ടേബിൾ പ്രിൻസിപ്പൽ സ്കൂൾ നടത്തുന്ന ഹെഡ് മാസ്റ്ററിന്റെ കയ്യിലേക്ക്. It will be him who teaches a particular class in given a period and what subject he teaches. From this, the headmaster can know whether a teacher is having leisure or work at a particular point of time. More to the above, it's better to prepare and maintain a different timetable such as it will be him who teaches a particular class in a given period and what subject he teaches. എന്താണ് അവിടെ പറയുന്നത്? ഈ മാസ്റ്റർ ടൈം ടേബിൾ എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റു ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഒരു നിശ്ചിത ക്ലാസ്സിൽ ആര് പഠിപ്പിക്കണം? അത് മാത്രമല്ല മാം, ഈ ഹെഡ് മാസ്റ്ററിന് അറിയാൻ പറ്റും, പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഡീനിന് അറിയാൻ പറ്റും ഒരു ടീച്ചറിന് ഫ്രീ ടൈം ഉണ്ടോ, അതോ ബിസി ആണോ, ക്ലാസ്സസ് ഉണ്ടോ, എപ്പോഴാണ് ലെഷർ ടൈം ഉള്ളത്, ഏതൊക്കെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ പറ്റും കേട്ടോ. ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പുറകിൽ ഒന്ന് നോക്കി നിൽക്കണ്ടോ, ചിലപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വന്നായിരിക്കാം, നമ്മൾ അവിടെ വെറുതെ ഇരിക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ, നമ്മളുടെ കറക്റ്റ് ടൈമിൽ അവർക്ക് അറിയാൻ പറ്റും. അത് നോക്കിയിട്ടായിരിക്കും ഡോക്ടറിന് ഹെഡ് മാസ്റ്റർ ഒന്ന് വാച്ച് ചെയ്യാനായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, എടുക്കാറുണ്ട്. ചിലപ്പോ ഇംഗ്ലീഷൊക്കെ ഒന്ന് എടുക്കും, അതല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ പറഞ്ഞു തരും. Yes, more to the above, it is better to prepare and maintain in different timetables such as teachers' leisure time, activities timetable, room timetable, and homework timetable. Okay. ഇനി ഇപ്പോൾ മാസ്റ്റർ ടൈം ടേബിൾ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതല്ലാതെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്ന എന്തൊക്കെയാണ് അതില് മാസ്റ്റർ ടൈം ടേബിൾസില്? എന്തൊക്കെയാണ്? Teachers' leisure timetable, activities timetable, room timetable, and homework timetable. Homework timetable ആർക്കാണ്? ടീച്ചേഴ്സിനുള്ളതാണ്. ടീച്ചേഴ്സിനാണ് കേട്ടോ. കുട്ടികൾക്ക് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സിനാണ്. നമ്മൾ എന്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മാസ്റ്റർ ടൈം ടേബിൾ ആണ് കേട്ടോ. അത് ടീച്ചേഴ്സിനല്ല, കുട്ടികൾക്കല്ല, ടീച്ചേഴ്സിനാണ് കേട്ടോ. ഓക്കെ, അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. ലാസ്റ്റ് കുറെ അവസാനിക്കും. അതൊക്കെ തന്നെയല്ല, പക്ഷെ നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു പോയാൽ അന്ന് മാത്രം എക്സാം ആണെന്ന് നമ്മൾ അന്ന് തിരിച്ചോളും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ ശേഷം പതിയെ തന്നെയല്ലേ പോയത്. പിന്നെ ഞാൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ പഠിപ്പിച്ചു തന്നെയല്ലേ. എത്ര പയ്യെ പോയിട്ട് ചാപ്റ്റേഴ്സ് പോകുന്നുണ്ട്, എന്താണെന്നാവും. ഇത് കഴിഞ്ഞ ടീച്ചറിന് ഇനി 2-3 ചാപ്റ്റർ കൂടി ഉള്ളത് കഴിഞ്ഞു. പേപ്പർ 3 എനിക്ക് 2 ചാപ്റ്റേഴ്സ് ഉള്ളൂ. മൂവ്മെന്റ്സും ടെൻഡൻസീസും മാത്രം എടുക്കാറുള്ളൂ. ബാക്കി ജിഷാമിസ് എടുക്കുന്നത്. നാളെ തൊട്ട് മാം ഉണ്ടാവൂലേ? നാളത്തെ പീരീഡ് മാം ഉണ്ടാവോ? നാളെ ക്ലാസ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. നാളെ ഞങ്ങള് ടീച്ചേഴ്സ് ആയിട്ടുണ്ടാവില്ലേ നാളെ? നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നോ? ഇല്ല, വന്നില്ല. തന്നിട്ടില്ലല്ലേ. ഞങ്ങള് നാളെ ട്രിപ്പ് പോവാണ് എല്ലാവരും കൂടി, ടീച്ചേഴ്സ് മാത്രം അഗ്രംപള്ളിക്ക്. വോട്ട് ചെയ്യുന്നില്ലേ?
വോട്ട് ചെയ്തിട്ട് രാവിലെ 7 മണിക്ക് വോട്ട് സ്റ്റാർട്ട് ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് ഹലോ മാം, മാം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ എക്സാമിന്റെ പറഞ്ഞതാന്ന് പറഞ്ഞിരുന്നു പാഠത്തില്. അതിന് ഇനി സമയമുണ്ടല്ലോ, നെക്സ്റ്റ് വീക്ക് പറഞ്ഞാൽ മതിയോ? പറഞ്ഞാൽ മതി, ഞാൻ ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ടീച്ചർ ആ ടെക്സ്റ്റ് എടുത്തിട്ടില്ല പറഞ്ഞു തരാനായിട്ട്. നല്ല നോക്കട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മള് മാസ്റ്റർ ടൈം ടേബിൾ വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ജോബ് ആപ്ലിക്കേഷൻ അവിടെ നിൽക്കട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല. എന്താണ് ടീച്ചേഴ്സ് ലൂസ് ടൈം ടേബിളോ? ടീച്ചേഴ്സ് ന്യൂസ് ടൈം ടേബിളോ? വേർഡ് പീരീഡ് അല്ലേ, നമ്മുടെ റിഫ്രഷ്മെന്റ് പീരീഡ് ആണത്. ഒരു പീരീഡില് ഒരു വീക്കില് ടീച്ചേഴ്സിന് ഒരു പീരീഡ് ഫ്രീ ആയിരിക്കുള്ളൂ മിക്കവാറും കേട്ടോ. മിക്കതും അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുള്ളൂ. കണ്ടിന്യൂസ് ക്ലാസ്സിൽ കൊടുക്കാറില്ല. കണ്ടിന്യൂസ് ക്ലാസ് വന്നത് എപ്പോഴാണ്? ഏതോ ടീച്ചേഴ്സ് ലീവ് ആവുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ നമ്മൾ 8 പീരീഡ് കയറി എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നു കേട്ടോ. ഈ താഴെ പറഞ്ഞിട്ടുള്ള 1, 2, 3, 4 ടൈം ടേബിൾസ് ഈ മാസ്റ്റർ ടൈം ടേബിൾസിൽ പെടുന്ന സംഭവങ്ങളായിരിക്കും. അപ്പോ അതെല്ലാം പ്രിൻസിപ്പളിന്റെ കയ്യിലുള്ള ടൈം ടേബിൾസ് ആയിരിക്കും അല്ലെ? ഏതൊക്കെ ടീച്ചേഴ്സിന് ടൈം ടേബിളിനകത്തായിരിക്കും വരുന്നത്. ഏതൊക്കെ ടീച്ചേഴ്സിന് ഫ്രീ പീരീഡ് ഏതൊക്കെ ടൈമിലാണ്, അവരുടെ ആക്ടിവിറ്റീസ് ടൈം ടേബിള്, അവരുടെ റൂം ടൈം ടേബിള്, അവരുടെ ഹോംവർക്ക് ടൈം ടേബിൾ, അതൊക്കെ പ്രിൻസിപ്പളിന്റെ കയ്യിലായിരിക്കും. അതെ, അതിലാണ് മാസ്റ്റർ ടൈം ടേബിൾസ്. അപ്പൊ ചോദിക്കാറുണ്ട് മാസ്റ്റർ ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യണേ. പിന്നെ അതായത് സ്കൂളിന്റെ ഹോൾ വർക്ക് ആയിട്ട് കാണുന്ന ടൈം ടേബിൾ ഏതാന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ വരുന്നത്? എങ്ങനെ? ഒരു സ്കൂളിന്റെ ഹോൾ സ്കൂളിന്റെ കംപ്ലീറ്റ് വർക്ക്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈം ടേബിൾ ഏതാന്നൊരു ക്വസ്റ്റ്യൻ വന്ന എന്താ ആൻസർ? അങ്ങനെയും ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോ ടൈപ്സ് മാത്രം ചോദിച്ചിട്ട് ചിലപ്പോ എല്ലാം കൂടി തന്നിട്ട് ഒരു ഓൾ ഓഫ് ടൈപ്പ് ആയിരിക്കും ആൻസർ. അപ്പോഴാണെങ്കിൽ എളുപ്പമല്ലേ നിങ്ങൾക്ക്? ഇനി നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? അതൊക്കെല്ലാം ഒരുമിച്ചാണല്ലോ ടെക്സ്റ്റ്. ഒറ്റ ടെക്സ്റ്റ് അല്ലേ എല്ലാവർക്കും കൂടി? അതെ അതെ. അതിലെ പാർട്ട് 2 ടീച്ചർ എടുത്ത സബ്ജക്ട് ഏതാണ്? ഫസ്റ്റ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ലേ? അതെ അതെ. യൂണിറ്റ് 6 അല്ലേ? ഡെവലപ്മെന്റിലെ യൂണിറ്റ് 1 ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ അതിൽ എന്തൊക്കെ പഠിക്കണം? ആ ഡെഫിനേഷൻസ്, ക്രോ ആൻഡ് ക്രോന്റെ ഡെഫിനേഷൻസ് പഠിക്കണം. ഓക്കെ. പിന്നെ അതിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കുറെ പോയിന്റ്സ് എടുപ്പുണ്ടാവും. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഇത് പഠിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കാം. പിന്നെ അതിൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ലൈഫ് സ്റ്റാർട്ട് ഫ്രം ഏതൊക്കെ ക്രോമസോംസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? ആ ഭാഗം നോക്കാം. പിന്നെ പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ ഫാക്ടേഴ്സ് അല്ലെ പഠിച്ചിട്ടുണ്ടല്ലോ. ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് എൻവയോൺമെന്റൽ ആൻഡ് ഒന്നും പറയോ? ഞാന് കേട്ടില്ല, പാഠം എടുക്കായിരുന്നു. ഒന്നും കൂടി ഒന്ന് പറയോ? ശരിക്കും പറഞ്ഞാൽ ഇത്രയും പറയാനുള്ളൂ, വേറൊന്നുമില്ല കേട്ടോ. കാരണം ടെക്സ്റ്റ് പഠിക്കാം, മോക്ക് ടെസ്റ്റ് നോക്കുക, അത്രയും നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് അതിൽ എക്സ്ട്രാ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ക്രോ ആൻഡ് ക്രോന്റെ ഡെഫിനേഷൻ പഠിക്കണം. ഇങ്ങനെ പറഞ്ഞു തരാൻ പാടില്ല. ക്രോ ആൻഡ് ക്രോന്റെ ഡെഫിനിഷൻസ് പഠിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കാം. പിന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്രോത്ത്, അതിലെല്ലാ ഭാഗവും നോക്കാനുണ്ട് ആ പീരീഡ് ടെക്സ്റ്റില് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നും മാറ്റി നിർത്താനില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എല്ലാം ഉണ്ട്. എല്ലാം ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം, മോക്ക് ടെസ്റ്റ് നല്ലോണം പഠിക്കുക. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. അല്ലാണ്ട് ഭയങ്കര എഫേർട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തല്ലേ? അതെ അതെ.
ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കാം, ടെക്സ്റ്റ് നന്നായിട്ട്. ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ടെക്സ്റ്റ് നല്ലോണം വായിച്ചിട്ടുണ്ടായിരിക്കണം, ടെക്സ്റ്റ് നല്ലപോലെ വായിക്കാം. സെഫാലോ കെഡൽ ട്രെൻഡും പ്രോക്സിമോ കെഡൽ ഫ്രണ്ട്സ് പഠിക്കണം കേട്ടോ. സെഫാലോയും പ്രോക്സോ ഡിസിമൽ ട്രെൻഡ്സും പഠിക്കാം. പിന്നെ എന്താണ് അതില് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് നമ്മള് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നില്ലേ, എന്താണ് പ്രീ സ്കൂൾ ഇയേഴ്സിലെ കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇമോഷൻ, ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് പേജിൽ കിടക്കുന്നതാണോ? അത് ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇമോഷൻ ഡെവലപ്മെന്റ് 3rd ചാപ്റ്ററും ടീച്ചർ തന്നെയാണ് എടുത്തത്. ഞാനാണ് എടുത്ത 3ാമത്തെ ചാപ്റ്റർ. അതെ അതെ, അതെല്ലാം അത് കംപ്ലീറ്റ് പഠിക്കുക കേട്ടോ. ഇമോഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് പഠിക്കാനായിട്ട്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ഓരോ ഫാക്ടേഴ്സ് ഇല്ലേ നമുക്ക്, പിയർ ഗ്രൂപ്പ്സ്, ഫാമിലി, ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നന്നായിട്ട് നോക്കാം. ദെൻ 4th ചാപ്റ്റർ ഏതായിരുന്നു? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ടീച്ചർ പഠിപ്പിച്ചെന്ന് തിയറി നല്ലോണം പഠിക്കാം കേട്ടോ. ബ്രൂണറിന്റെ തിയറിയും പിയാഷയുടെ തിയറി നല്ലോണം പഠിക്കാം. ഓക്കെ. ദെൻ 5th വൺ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അശ്വതിൻസിൽ എടുത്തത്. അതെ, അത് ടീച്ചർ തന്ന മോക്ക് ടെസ്റ്റും ഇതേപോലെ തന്നെ PDF നമ്മുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അതിൽ കുറെ ഓരോരോ പീരീഡുകൾ കൊടുത്തിട്ടില്ലേ, കുട്ടികളെ ഏതൊക്കെ 28 വീക്സ് 56 വീക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അതൊക്കെ ആ സമയത്ത് എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ അത് പഠിക്കാം. യെസ്. പിന്നെ 6th സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളതിൽ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ നമ്മള് ഡിഫറെന്റ് ടൈപ്പ് എന്താണ്, ഏതൊക്കെ ഏരിയയിലാണ് ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരുന്നത്, ഇമോഷൻ ഡിഫറൻസ്, മെന്റൽ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഭാഗത്ത് കിടക്കുന്നില്ല. പിന്നെ ഐക്യൂന്റെ ഡെഫിനേഷൻ പഠിക്കണം കേട്ടോ. ഡെഫിനേഷൻ അല്ല, എക്സ്പാൻഷൻ. ഐക്യു എന്താണ്? ഇന്റലിജന്റ് കോഷൻ. ഓക്കെ, അത് പഠിക്കാം കേട്ടോ. പിന്നെ 9th ചാപ്റ്റർ ഡിഫറൻസ് മെക്കാനിക്സിൽ 12 മെക്കാനിക്സ് എന്താണെന്ന് പഠിക്കാം. ടീച്ചർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. പാർട്ട് 2 പാർട്ട് 1 ഞാൻ എടുക്കുന്നില്ല നിങ്ങൾക്ക്, സൈക്കോളജി മാത്രമല്ല ഡെവലപ്മെന്റ്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്ന മോക്ക് ടെസ്റ്റും നല്ലോണം പഠിക്കുക, എക്സാം നന്നായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. സൈൻ ഓഫ് ചെയ്യട്ടെ. സോങ് ആണ്. മകൾ സമ്മാനം തങ്കനിലാക്കിണ്ണം കുനുകുനയിൻ ചെറുമരുകിൽ ചാത്താൻ ചന്ദനം കുഞ്ഞിൻ പാദസ്വരങ്ങൾ പണിഞ്ഞു തരുന്നത് പൂവിന്നിൽ തത്ത. വാവു വാവി വന്നും മകൾ സമ്മാനം ഇങ്കുതരാമേലേ തങ്കനിലാക്കിണ്ണം കുനുകുനയിൻ ചെറുമരുകിൽ ചാത്താൻ ചന്ദനം നീയിൻ പാദസ്വരങ്ങൾ പണിഞ്ഞു തരുന്നത് പൂവിന്നിൽ തത്ത. ഒരു കുഞ്ഞിക്കൈമ്പാലിയെ കുറുമ്പന്നു വേണ്ടു, ഒരു കുഞ്ഞിക്കുരിമുണ്ടിയെ ഉടുക്കാന് വേണ്ടു, ആട്ടുതൊട്ടിൽ പാട്ടുപാടി കൂട്ടിരിക്കാം കുഞ്ഞാവേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു രവതി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.